നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 267 എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത നോവലിസ്റ്റായ ശ്രീ രാജൻ ചിന്നങ്ങത്തെക്കുറിച്ചിട്ടാണ്. അദ്ദേഹത്തെ ഞാൻ കാണുന്നതും പരിചയപ്പെടുന്നതും അബുദാബിയിൽ വെച്ചിട്ടാണ്. 83-84 കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിനെ അവിടെ വെച്ച് കാണുന്നത്. അന്ന് അബുദാബി സിറ്റിയിലുള്ള ഒരു മാർക്കറ്റിൻ്റെ അകത്ത് ഒരു വിശാലമായ കോമ്പൗണ്ടിലാണ് അബുദാബിയിലെ മലയാളി സമാജം പ്രവർത്തിച്ചിരുന്നത്. മേൽക്കൂരയില്ലാത്ത ഒരു വിശാലമായ ഒരു ഹാൾ, കുറേ അലമാരകളിൽ നിറയെ പുസ്തകങ്ങൾ. അവിടെ അദ്ദേഹവും ജോലി ചെയ്തിരുന്നു, ഞാനും ജോലി ചെയ്തിരുന്നു. പൊടി പിടിച്ച നൂറുകണക്കിന് പുസ്തകങ്ങൾ, അതെല്ലാം തപ്പിയെടുത്ത് വായിക്കുക എന്നതായിരുന്നു അന്നത്തെ വെള്ളിയാഴ്ചകളിൽ പ്രധാനമായും നടത്തിയിരുന്നത്. മാർക്കറ്റിലൊക്കെ ഒന്ന് കറങ്ങി ഒരു 7 മണിക്ക് അതിനകത്ത് കയറിയാൽ ഒരു 10 മണി വരെ മലയാള നോവലുകളും ചെറുകഥകളും കവിതകളും അങ്ങനെ നിരവധി പുസ്തകങ്ങൾ മറിച്ചു നോക്കുക, കിട്ടാവുന്നത്ര സമയം വായിക്കുക. അതിനുശേഷം അവിടുന്ന് 3-4 പുസ്തകങ്ങളും കളക്ട് ചെയ്ത് റൂമിൽ കൊണ്ടുപോവുക. എഴുത്തിൻ്റെ മാസ്മരികത, അല്ലെങ്കിൽ എഴുതി തുടങ്ങണം, അല്ലെങ്കിൽ ധാരാളം വായിക്കണം, ധാരാളം എഴുതണം എന്നൊക്കെയുള്ള ചിന്ത വന്നത് രാജൻ ചിന്നങ്ങത്തിൻ്റെ മനക്കണക്ക് എന്നൊരു നോവലുണ്ട്. അതിൽ നിലാവിൻ്റെ വെളിച്ചത്തിൽ 2 പേർ കഥകൾ പറയുന്നതും അങ്ങനെയുള്ള കുറേ നിമിഷങ്ങൾ, വൈകാരികമായ നിമിഷങ്ങൾ എഴുതപ്പെട്ടൊരു നോവലാണ് മനക്കണക്ക്. വായിച്ചു തുടങ്ങുന്നവർക്കും എഴുതി തുടങ്ങുന്നവർക്കും ഒരു വലിയ പ്രചോദനമാണ്, ഒരു ഇൻസ്പിറേഷനാണ് ആ പുസ്തകങ്ങളൊക്കെ. വെറുതെ അത് വായിച്ചു ഇത് വായിച്ചു എന്ന് പറയുന്നതിലും എത്രയോ ഭേദം. അങ്ങനെ ഒരു സന്ധ്യയിൽ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ, അദ്ദേഹം ആരാണെന്ന് എനിക്കറിയില്ല, എൻ്റെ കയ്യിലിരിക്കുന്ന മനക്കണക്കെന്ന ആ പുസ്തകമാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, എങ്ങനെയുണ്ട്, വായിച്ചിട്ട് കൊള്ളാമോ? ഞാൻ പറഞ്ഞ നല്ല ഭാവനയുള്ളൊരു സൃഷ്ടിയാണ്.